കുറേ നാളേക്ക് ശേഷം നാടൻ പേരയ്ക്ക കിട്ടി. ഇന്ന് ഞാൻ കടയിൽ നിന്ന് വീട്ടിലോട്ട് വന്ന വഴിക്ക് പാല് മേടിക്കാൻ കയറി. ആ കടയിലുണ്ടായി പേരയ്ക്ക. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ അവിടെ ഒരുപാട് മരത്തിൽ പേരയ്ക്ക ഉണ്ടാവുമേ. ഇത് പറിക്കാൻ വേണ്ടിയിട്ട് മരം കയറി പേരയ്ക്കയൊക്കെ പറിച്ച് ഉടുപ്പ് സഞ്ചി പോലെ ആക്കിയിട്ട് ഉടുപ്പിൽ കെട്ടി വെച്ചുകൊണ്ട് വരും. വരുന്ന വഴിക്ക് ഈ പേരയ്ക്ക കണ്ടിട്ട് എല്ലാവരും ചോദിക്കുവേ. കൊടുക്കാനും ഭയങ്കര മടിയായിരിക്കും, എന്നാൽ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുവന്ന് കഴിക്കും. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനത്തെ പേരയ്ക്ക കണ്ടത്. എത്ര നമ്മൾ മറ്റേ പേരയ്ക്ക കഴിച്ചാൽ ഈ നാടൻ പേരയ്ക്ക കഴിക്കുന്നതിൻ്റെ അത്രയും രുചി വരില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നാടൻ പേരയ്ക്ക ഉണ്ടോ? മരമുണ്ടോ? ഞാനിവിടെ 2 പേരമരം നട്ടിട്ടുണ്ട്, ചെടി തൈയായിട്ടേ. പക്ഷേ ഇതുവരെ ഒന്നും വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ കഴുകി തിന്നട്ടെ, കുറേ നാളായി. നാടൻ പേരയ്ക്ക നല്ല പഴുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, സൂപ്പറാ. നിങ്ങളുടെ വീട്ടിൽ പേരമരം ഉണ്ടോ ഇതുപോലത്തെ? മറ്റതൊക്കെ മറ്റേ വലിയ പേരയ്ക്കൊക്കെ എത്ര അകത്ത് കളറുണ്ടാവും, പക്ഷേ മധുരം ഉണ്ടാകത്തില്ല, എന്തോ വെള്ളം പോലെ ഇരിക്കും. പക്ഷെ നമ്മുടെ നാടൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നിനും വരില്ല. അപ്പോൾ പേരയ്ക്ക ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പേരയ്ക്ക ഏറ്റവും നല്ലതാണ് മുടിക്ക്, മുഖത്തിന്, ചർമ്മത്തിന് നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് പേരയ്ക്ക. ഷുഗറുകാർ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ്. ഷുഗർ കുറയാനായിട്ടൊക്കെ നല്ലതാണ് ഈ പേരയ്ക്ക. അപ്പോൾ പേരയ്ക്ക കഴിക്കുക. ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ.